ഗുഡ് ആഫ്റ്റർനൂൺ. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്ന വിഷയത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു വിരോധാഭാസം കാണുന്നവരുണ്ടാവാം. അതിൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം വൈരുദ്ധ്യങ്ങളെ അനുവദിക്കുന്ന ഒരു ചിന്താ രീതിയോ അല്ലെങ്കിൽ ചിന്താ പദ്ധതിയോ ആണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഡയലക്റ്റിക്സ് എന്ന ചിന്താ പദ്ധതി എല്ലാതരം വൈരുദ്ധ്യങ്ങളെയും പെർമിറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അത് വിമർശനങ്ങൾക്ക് നേരെ വിമർശനങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാവുകയും ചെയ്യുന്നു. കാരണം ഏതു തരം വിമർശനം നടത്തുന്നതും നമ്മൾ ഒരു കാര്യത്തിലുള്ള ഒരു വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. വൈരുദ്ധ്യമുണ്ടെങ്കിലാണ് അവിടെ വിമർശനത്തിന് സാധ്യതയുള്ളത്. പക്ഷേ ഒരു വൈരുദ്ധ്യം അനുവദിക്കുന്ന ഒരു ചിന്താ പദ്ധതിയിൽ, ഡയലക്റ്റിക്സ് എന്ന ചിന്താ പദ്ധതിയിൽ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ വലിയ കുറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായി അതിനെ കാണാൻ കഴിയുക എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത്, ഇവിടെ എൻ്റെ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത് ഡയലക്റ്റിക്സിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല, മറിച്ച് സാമാന്യ യുക്തിയുടെ, ഫോർമൽ ലോജിക്കിൻ്റെ ഒക്കെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രവൃത്തിയും നമ്മളൊക്കെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നതും പത്രപ്രവർത്തനം ആയാലും അധ്യാപകനായാലും വൈദ്യനായാലും ഒക്കെ നേര് എന്ന ഒരു ട്രൂത്ത് എന്ന ഒരു എന്താണ് വസ്തുത അതറിയാനുള്ള ഒരു പ്രയത്നത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പം നേര് എന്നത് ഡയലക്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രൂത്ത് എന്നത് എപ്പോഴും അതൊരു ബിക്കമിങ് ആണ്. ദർ ഈസ് നോ കംപ്ലീറ്റ് ട്രൂത്ത് എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ സാമാന്യ യുക്തിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നതിൽ ഇവിടെ ഒരു പ്രസക്തി ഉള്ളത്, നമ്മളിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്ന യുക്തിവിചാരം ജോസേട്ടൻ, അദ്ദേഹവും ഇതേ പക്ഷത്തു നിന്നായിരുന്നു ജീവിതത്തെയും ചിന്തയും ഒക്കെ നോക്കിക്കണ്ടിരുന്നത് എന്ന ഒരു വസ്തുതയാണ് ഒരുപക്ഷെ എൻ്റെ ഈ വിഷയത്തെ പ്രസക്തമാക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇങ്ങനെ കുറേ വാദികൾ, പണ്ട് ഒരു കാലത്ത് തത്വചിന്തകരെ ഒക്കെ അറിഞ്ഞിരുന്നത്, മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെ കുറേ ലേബലുകളിലൂടെ ആയിരുന്നു. അതിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല, കാരണം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. പെട്ടെന്ന് ഓർമ്മ വന്ന കുറേ ലേബലുകൾ മാത്രമാണ് അവ. ഇനിയും ഒരുപാട് ചിന്തകന്മാരെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് ലേബലുകൾ ഇനിയും ഉണ്ടാവാം. മനുഷ്യ ചിന്തയുടെ വികാസത്തെ, അത് ചോദിച്ച ചോദ്യങ്ങളെ, അതിന് നൽകിയ ഉത്തരമില്ലായ്മകളൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ഇമാജിനറി നഗരഭൂപടം, പഴയ കാലത്തെ കാർട്ടോഗ്രാഫേഴ്സ് എന്ന് പറയും, അവരുണ്ടാക്കിയ പഴയ ഒരു ഭൂപടത്തിലെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രസക്തിയില്ലാത്ത മറഞ്ഞുപോയ നഗരവീഥികളുടെയോ സ്ഥലനാമങ്ങളുടെയോ ഒക്കെ പേരുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ വാദങ്ങളൊക്കെ. ഇന്ന് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ഒക്കെ ഈ സമകാലീന ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പഴയ കാർട്ടോഗ്രഫി, അറിവിൻ്റെ ഒരു കാർട്ടോഗ്രഫിക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന്, ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് എൻ്റെ വീക്ഷണം. അതിനൊക്കെ ഒരുപക്ഷെ ചരിത്രപരമായ ഒരു പ്രസക്തി ഉണ്ടാകാം. ഒരു കാർട്ടോഗ്രഫിയെ കുറിച്ച് ഇങ്ങനെയുള്ള വൈദഗ്ധ്യമുള്ള അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു അക്കാഡമിക് പഠനശാഖ എന്ന നിലയിലല്ലാതെ മറ്റ് വലിയ പ്രസക്തിയൊന്നും ഇന്ന് ഈ പറഞ്ഞ വാദികൾക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അവർ പണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും നാം ചോദിക്കേണ്ടതുണ്ടോ എന്നതാണ് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന ഒരു വിഷയം, ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതുവരെയുള്ള ഈ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ വികാസത്തിന്
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കുറച്ച് വാദങ്ങൾ, അദ്വൈതവാദം, ദ്വൈതവാദം, യുക്തിവാദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആ അർത്ഥത്തിലല്ല, പക്ഷേ ഫിലോസഫിയിൽ, പാശ്ചാത്യ തത്വചിന്തയിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദം എന്ന അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പം അവരൊക്കെ മിക്കവാറും എല്ലാ പാശ്ചാത്യ ചിന്തകരായാലും ശരി, നമ്മുടെ പൗരസ്ത്യ ചിന്തകരായാലൊക്കെ വിവിധ രീതിയിൽ വ്യത്യസ്തമായി ഏറിയും കുറഞ്ഞുമൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതായിരുന്നു. എന്താണ് ബീയിങ്, എന്താണ് റിയാലിറ്റി, എങ്ങനെയാണ് നാം ഈ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ അറിയുന്നത് എന്ന്. ആദ്യത്തെ ചോദ്യം നമുക്ക് ഫിലോസഫിയിലെ മെറ്റഫിസിക്കൽ കാറ്റഗറിയിൽ പെടുത്താവുന്ന മെറ്റഫിസിക്കൽ ചോദ്യങ്ങളാണ്. എന്താണ് റിയാലിറ്റി, വാട്ട് ഈസ് ബീയിങ്, ഹൗ ഡു വി നോ ദിസ് റിയാലിറ്റി എന്നത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ ചോദ്യമാണ്, ഒരു ജ്ഞാനസിദ്ധാന്തപരമായ ചോദ്യമാണ്. അപ്പം അന്ന് പഴയകാല തത്വചിന്തകരും മറ്റും ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ നൽകിയ ഉത്തരങ്ങളെക്കാൾ, അല്ലെങ്കിൽ അവർ നൽകാൻ ശ്രമിച്ച ഉത്തരങ്ങളെക്കാൾ വളരെ കൂടുതൽ കണിശമായ രീതിയിൽ ഇന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ അറിവ് നേടാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇപ്പം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഡയലക്റ്റിക്സ് തന്നെയാണ്. ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലളിതമായ ഒരു നിർവചനം അതിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം ചലനാത്മകമാണ്. എവറിത്തിങ് ഈസ് ഇൻ മോഷൻ. ഒന്നും അതല്ല, ഏതൊന്നും അതും അതല്ലാത്തതുമാണ്, അതായിക്കൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെയുള്ള അങ്ങനെ കാണുന്ന ഒരു ചിന്താ പദ്ധതിയെയാണ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലത്ത് എന്താണ് യാഥാർത്ഥ്യം, മെറ്റഫിസിക്കലായിട്ടുള്ള ചോദ്യം, എങ്ങനെയാണ് നാം ആ യാഥാർത്ഥ്യത്തെ അറിയുന്നത്, എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ചോദ്യം, ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഒരു പ്രത്യേക തരം ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഡയലക്റ്റിക്സ് എന്ന് പറയാം. ഒരു റെസ്പോൺസ്, ആ ചോദ്യങ്ങൾക്കുള്ള റെസ്പോൺസ്, ഒരു പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിന്തയുടെ ഒരു മാതൃകയാണ്, ചിന്താ പദ്ധതിയാണ്, ഒരു ചിന്താ രീതിയാണ്. ഇത്തരം ഒരുപാട് പാറ്റേണുകൾ പഴയകാലം മുതലുള്ള ഫിലോസഫേഴ്സ്, തത്വചിന്തകർ വിവിധങ്ങളായ പാറ്റേണുകൾ വിവിധ കാലങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഒക്കെ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ്, അല്ലെങ്കിൽ തിയറി ഓഫ് ഫോംസ്, തിയറി ഓഫ് എസൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സിദ്ധാന്തം. പ്ലേറ്റോ പറയുന്നത് എല്ലാം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മാറാത്തതായി നിൽക്കുന്നത് എസെൻസ്, അല്ലെങ്കിൽ രൂപം, അല്ലെങ്കിൽ ആശയങ്ങൾ മാത്രമാണെന്നാണ്. അപ്പം പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം മാറ്റം എന്നത് ഡീക്കേയിലേക്കുള്ള, ജീർണതയിലേക്കുള്ള ഒരു വീഴ്ചയാണ് എല്ലാ മാറ്റങ്ങളും. പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം ഐഡിയാസാണ് പെർഫെക്റ്റ്. ഇപ്പം ഒരു കസേരയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മളിരിക്കുന്ന കസേരകളൊക്കെ ഒരു യഥാർത്ഥമായ പെർഫെക്റ്റ് ആയിട്ടുള്ള കസേരയുടെ രൂപത്തിൻ്റെ ഒരു കോപ്പി മാത്രമാണ്. പ്ലേറ്റോക്ക് റിയാലിറ്റി എന്ന് പറയുന്നത്, റിയൽ വേൾഡ്, നാം അറിയുന്ന യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് എ കോപ്പി ഓഫ് എ പെർഫെക്റ്റ് വൺ, ഒരു ഒറിജിനലായിട്ടുള്ള ഐഡിയയുടെ, ഒരു വേൾഡ് ഓഫ് ഐഡിയാസിൻ്റെ കോപ്പി മാത്രമാണ് റിയാലിറ്റി, നമ്മളറിയുന്ന റിയാലിറ്റി. അതുകൊണ്ടാണ് പ്ലേറ്റോ പറഞ്ഞത് ഐ വുഡ് ഹാവ് ഓൾ ദ പോയറ്റ്സ് ബാൻഡ് ഫ്രം മൈ റിപ്പബ്ലിക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കവികൾ ചെയ്യുന്നത് ഈ യഥാർത്ഥമായ ആശയങ്ങളുടെ കോപ്പിയാണ്. അതാണ് കവികൾ ഉണ്ടാക്കുന്ന ലോകം എന്ന് പറയുന്നത്, ഒരു കോപ്പിയുടെ കോപ്പിയാണ്. സോ ഇറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ്. ഞാൻ ഈ വ്യത്യസ്ത ചിന്തകരൊക്കെ വ്യത്യസ്തമായ പാറ്റേണുകൾ ഉണ്ടാക്കിയതിൽ ഒരു പാറ്റേണിൻ്റെ ഉദാഹരണമാണ് എന്ന രീതിയിലാണ് ഞാൻ പ്ലേറ്റോയെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 19ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഷയത്തിന് വളരെ പ്രസക്തമായൊരു തത്വചിന്തകനാണ് ഹെഗേൽ, ജർമ്മൻ ചിന്തകനായ ഹെഗേൽ. ഹെഗേൽ വിഭാവനം ചെയ്തതും വേറൊരു പാറ്റേണായിരുന്നു. എല്ലാം ചലനത്തിലാണ്. പ്ലേറ്റോയെ പോലെ തന്നെ ഹെഗേലും വിശ്വസിച്ചതാണ്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്ലേറ്റോയെ പോലെ ചലനം എന്നത്
പ്ലേറ്റോക്ക് ചലനം എന്നത്, മോഷൻ എന്നത് ഡീക്കയിലേക്കുള്ള ഒരു നീക്കമാണെങ്കിൽ, വീഴ്ചയാണെങ്കിൽ, ഹെഗേലിന് നേരെ തിരിച്ചാണ്. ചലനം എന്നത് പുരോഗതിയിലേക്കുള്ള ാണ്. പ്ലേറ്റോ ആശയങ്ങളെ എല്ലാ മാറ്റത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും മുക്തമാക്കിയിരുന്നുവെങ്കിൽ ഹെഗേൽ ചെയ്തത് മാറ്റം ആശയം എന്നതുപോലും പ്ലേറ്റോ ആശയങ്ങളെ മാറ്റത്തിൽ നിന്നും മുക്തമാക്കി. പക്ഷേ ഹെഗേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശയങ്ങൾ പോലും മാറ്റത്തിന് വിധേയമാണ് എന്നാണ്. അതായത് എല്ലാ മനസ്സും നാം ലോകത്തെ അറിയുന്നതും ഈ യാഥാർത്ഥ്യവുമൊക്കെ ഡയലക്റ്റിക്കലായിട്ടുള്ള മാറ്റത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാണ് എന്ന് ഹെഗേൽ കരുതി. സ്വയം സ്വയം ആവിഷ്കരിക്കപ്പെട്ട ഒരു ഫൈനൽ കോഴ്സ്, ഒരു അന്തിമ ഉദ്ദേശത്തിലേക്ക് എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഹെഗേൽ വിശ്വസിച്ചത്. അതിനെ അദ്ദേഹം ആബ്സല്യൂട്ട് ഐഡിയ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സ്പിരിറ്റ്, കേവല ആശയം, കേവല ആത്മാവ് അല്ലെങ്കിൽ വെറും ആശയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അന്തിമോദ്ദേശത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആശയങ്ങളും സത്തകളും എന്നത്. ഈ അന്തിമോദ്ദേശത്തെയാണ് ഹെഗേൽ ഐഡിയ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഐഡിയ എന്ന് വിളിച്ചത്. ഹെഗേലിന് കേവലാശയം എന്നത് ഒരു സമഗ്രതയാണ്, ടോട്ടാലിറ്റിയാണ്. ടോട്ടാലിറ്റിയുടെ ഭാഗമാണ് പാർട്ടുകൾ എന്നത്. പാർട്സ്, എല്ലാ പൂർണ്ണത്തിലും ഭാഗങ്ങളുണ്ട്. അതാണ് ഭാഗങ്ങൾ. പൂർണ്ണത എന്നത് ഭാഗങ്ങളിലേക്ക് ചുരുക്കാൻ പറ്റില്ല. അതായത് ടോട്ടാലിറ്റി, ദ ഹോൾ കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു ദി സം ഓഫ് ദ പാർട്സ് എന്നാണ്. അപ്പം പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം അഭിന്നതയാണ്, വ്യത്യസ്തതകളുടെ, വൈരുദ്ധ്യങ്ങളുടെ അഭിന്നത, എല്ലാ ആശയങ്ങളെയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളാക്കി ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നും കൂടുതൽ പൂർണ്ണമായ ഒരു പൂർണ്ണതയിലേക്ക്, ഒരു പ്രോഗ്രസ്സിലേക്ക് നീങ്ങുന്നതാണ് പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ ആബ്സല്യൂട്ട് ഐഡിയ എന്ന സങ്കല്പം. അപ്പം ഡയലക്റ്റിക്സ് എന്നത് ഹെഗേലിൻ്റെ ചിന്തയിൽ ഡയലക്റ്റിക്സ് ഒരു വ്യത്യസ്തതകളുടെ, വൈരുദ്ധ്യങ്ങളുടെയൊക്കെ ഐഡൻറ്റിറ്റിയുടെ സമഗ്രതയിലേക്കുള്ള ചലനമാണ് നടക്കുന്നത് എന്നാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു അനുസ്മരണ ചടങ്ങിൽ ഡയലക്റ്റിക്സിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് പ്രപഞ്ച വീക്ഷണമാണെന്നും അത് ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കേണ്ടതാണെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ സ്വതന്ത്ര ചിന്തകരുടെ ഇടയിലും യുക്തിവാദികളുടെ ഇടയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ അനുസ്മരണ ചടങ്ങിന് പോലും ഇത്തരമൊരു വിഷയം സംസാരിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ അതൊരു അക്കാഡമിക്, ഒരു ഫിലോസഫി ക്ലാസ് മുറിയിലോ സെമിനാറുകളിലോ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാത്രമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ചിന്തകർ ഒരുപാട് ഇത്തരം മെറ്റഫിസിക്കലും എപ്പിസ്റ്റമോളജിക്കലുമായിട്ടുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഒരുപാട് പാറ്റേണുകളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിവിടെ ചർച്ച ചെയ്യുന്നത് ഇത് മാറ്റാൻ പാടില്ലാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത പ്രപഞ്ച നിയമമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഒരു ഡിസ്ക്ലെയിമറോട് കൂടി ആണ് ഇത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇവിടെ ഞാൻ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റിൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളെയോ ഒന്നും വിമർശനാത്മകമായി സമീപിക്കാനുള്ളതല്ല, അതെൻ്റെ പരിഗണനാ വിഷയമല്ല. പക്ഷേ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന, ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ചിന്താ പദ്ധതി തന്നെ സാമാന്യയുക്തിയുടെ നിരാകരണമാണ്, അതിന് നിരാസമാണ് എന്ന് കാണിക്കേണ്ടത് കൊണ്ടാണ് ഒരുപക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാർട്ടി പ്രോഗ്രാമിലൊക്കെ ഇത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് ഒരു വലിയ അവരുടെ ഒരു തത്വചിന്തയായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ പാർട്ടികൾ ഒന്നും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് വലിയ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. എന്താണ് സമൂഹ യാഥാർത്ഥ്യം? ആ സമൂഹ യാഥാർത്ഥ്യത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നേരത്തെ പറഞ്ഞ മെറ്റഫിസിക്കലും എപ്പിസ്റ്റമോളജിക്കലുമായ ചോദ്യങ്ങൾക്കുള്ള ഒരു മാർക്സിയൻ ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത്. ഒരു കാലത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം സോവിയറ്റ് യൂണിയനൊക്കെ
കമ്മ്യൂണിസ്റ്റ് പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിന് ഒരു ഔദ്യോഗിക പരിവേഷം ഉണ്ടായിരുന്നു. 1891 ആദ്യമായി പ്ലക്കാനോവാണ് ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിന് ഒരു ഔദ്യോഗിക പരിവേഷം തന്നെ ഉണ്ടായിരുന്നു. കാരണം മാർക്സിസത്തിൻ്റെ ചരിത്ര വ്യാഖ്യാനത്തിന് ഒരു ശാസ്ത്രീയത ഉണ്ടാക്കാൻ വേണ്ടി, ശാസ്ത്രത്തിൻ്റെ ഒരു കോഗ്നിറ്റീവ് അതോറിറ്റി, ശാസ്ത്രത്തിനാണ് ഇന്നും ഒരു കോഗ്നിറ്റീവ് അതോറിറ്റി ഉള്ളത്, ഒരു ജ്ഞാനപരമായ ആധികാരികത ഉള്ളത്. ആ ആധികാരികത മാർക്സിൻ്റെ ചരിത്ര വ്യാഖ്യാനത്തിനും ഉണ്ടാവണം എന്ന്, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള, അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ ഒരു ഔദ്യോഗിക, മാർക്സിസത്തിൻ്റെ തന്നെ ഒരു ഔദ്യോഗിക ചിന്താ പദ്ധതിയായിട്ട് സ്വീകരിക്കുന്നതിൽ പിന്നിൽ എന്ന് പറയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലക്കാനോവാണ് 1891 ഇത് ആദ്യമായി ഉപയോഗിക്കുന്നെങ്കിലും, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന പ്രയോഗം ഉപയോഗിക്കുന്നെങ്കിലും അതിന് മുമ്പ് ഏംഗൽസിൻ്റെ ഡയലക്റ്റിക്സ് ഇൻ നേച്ചർ, പ്രകൃതിയിലെ വൈരുദ്ധ്യാത്മകത എന്ന പുസ്തകത്തിലും ആൻറ്റി ഡെയറിങ് എന്ന കൃതിയിലുമൊക്കെ വളരെ വിശദമായി ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ അതിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ ആശയത്തിൻ്റെ വിത്തുകൾ കാണാൻ പറ്റുന്നതാണ്. മാർക്സിൻ്റെ ഒരു ക്യാപിറ്റലിലെ ഒരു ഉദ്ധരണിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വെൻ എ സൊസൈറ്റി ഹാസ് ഡിസ്കവേർഡ് ദ നാച്ചുറൽ ലോ ദാറ്റ് ഡിറ്റർമിൻസ് ഇറ്റ്സ് ഓൺ മൂവ്മെൻറ്റ്. എന്താണ് ഈ നാച്ചുറൽ ലോ എന്ന് പറയുന്നത്? ഡയലക്റ്റിക്സ്. Even then it can neither overleap the natural phases of its evolution. അതാണ് നാച്ചുറൽ ഫേസസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അത് പ്രകൃതി നിയമത്തിൻ്റെ, ഡയലക്റ്റിക്സിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രകൃതി സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചലനങ്ങളെ, അതിൻ്റെ പരിണാമത്തെ ആർക്കും ഓവർലീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നടന്നിരിക്കും, അത് തീർച്ചയായും നടന്നിരിക്കും. ഒരു ചിന്തകൻ അയാളുടെ സ്ട്രോക്ക് ഓഫ് എ പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാനോ ഓവർലീപ്പ് ചെയ്യാനോ കഴിയില്ല. മറിച്ച് ഒരുപക്ഷെ സമൂഹത്തിന്, മനുഷ്യർക്ക് ഈ മാറ്റത്തിൻ്റെ വേദനയെ, പ്രസവ വേദനയെ, ബേർത്ത് പാങ്സിനെ, അതുപോലെ തന്നെ അതിനെ കുറക്കാനോ ഇതിൻ്റെ കാലപരിധി കുറക്കാനോ ഒക്കെ കഴിഞ്ഞേക്കും. അത്രമാത്രമേ പറ്റുകയുള്ളതാണ്. അപ്പം മാർക്സ് പോലും ഡയലക്റ്റിക്സിൻ്റെ നിയമങ്ങൾ വളരെ നാച്ചുറലാണ്, അത് സംഭവിക്കുന്നതാണ് എന്ന് കരുതിയത്. ഏംഗൽസാണ് വളരെ കൃത്യമായിട്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ചൊരു ഒരു സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തുന്നതെന്ന് പറയാവുന്നതാണ്. ഏംഗൽസിൻ്റെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന ആശയത്തിൽ കാണുന്നത് ചരിത്രത്തിലെ സംഭവങ്ങൾ എന്നത് ചരിത്രത്തിലെ സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന അതേ നിയമങ്ങൾ തന്നെയാണ് പ്രകൃതിയെയും നിയന്ത്രിക്കുന്നതെന്നാണ്. ദാറ്റ് ഗവേൺസ് ഹിസ്റ്ററി, ഗവേൺസ് നേച്ചർ ഓൾസോ. ഈ മാർക്സിസ്റ്റ് ചരിത്ര വ്യാഖ്യാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാസ്ത്രീയത വരുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഡയലക്റ്റിക്സിന് ഇത്ര അധികം പ്രാധാന്യം ഒരു കാലത്ത് കൊടുക്കാൻ കാരണം എന്ന് പറയാവുന്നതാണ്. ഹെഗേലിനെ കുറിച്ച് പറയുകയാണ്. കാരണം ഹെഗേലാണ് ഡയലക്റ്റിക്സിൻ്റെ ഒരു ഉപജ്ഞാതാവെന്ന് പോലും പറയാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പും ഈ ഒരു ആശയം ഉണ്ടായിരുന്നു. ഹെഗേലിന് മനുഷ്യൻ്റെ ബോധം എന്നത്, മനുഷ്യബോധം, ഹ്യൂമൻ കോൺഷ്യസ്നെസ് പ്രിസീഡ്സ് മെറ്റീരിയൽ കണ്ടീഷൻസ്, അതാണ് ആശയവാദം എന്ന് പറയുന്നത്. മെറ്റീരിയൽ കണ്ടീഷൻ, ഭൗതിക അവസ്ഥക്ക് മുമ്പ് തന്നെ മനുഷ്യബോധമുണ്ട് എന്നാണ്. ഈ ഭൗതിക ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആബ്സല്യൂട്ട് ഐഡിയ ഉണ്ട്, ആബ്സല്യൂട്ട് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. കേവലാത്മാവ് എന്നത് ഒരു സമഗ്രതയാണ്. ഈ സമഗ്രത, ഒരു ടോട്ടാലിറ്റി, നമ്മൾ എല്ലാത്തിനെയും ഒരു ടോട്ടാലിറ്റിയിൽ കാണുക. ടോട്ടാലിറ്റി ഈസ് ദ യൂണിറ്റി ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. വിഷയവും തമ്മിലുള്ള ഐക്യമാണ് ഹെഗേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോട്ടാലിറ്റി എന്നത്. ഈ സമഗ്രത എന്നാൽ ഈ ഒരു ബന്ധമില്ലാതാവുമ്പോൾ, സെപ്പറേറ്റ്, ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെപ്പറേറ്റഡ് ആകുമ്പോൾ അവിടെ ഏലിയനേഷൻ ഉണ്ടാകുന്നു. ഈ ഏലിയനേഷൻ മനുഷ്യൻ്റെ പ്രയത്നത്തിലൂടെ അതിനെ മറികടക്കാൻ കഴിയുന്നു. ആശയങ്ങളെ വൈരുദ്ധ്യാത്മകമായി വിഭജിച്ചുകൊണ്ട്, അതിൻ്റെ വിരുദ്ധങ്ങളായി വിഭജിച്ചുകൊണ്ട് അവയിൽ നിന്നും കൂടുതൽ കൂടുതൽ സമഗ്രമായ ഒരു സിന്തസിസിലേക്ക് എത്താൻ കഴിയുന്നു. കുറേ കൂടി നല്ലൊരു സമഗ്രതയിലേക്ക് എത്താൻ പറ്റുന്നു. അങ്ങനെ എല്ലാം ഒരു ടോട്ടാലിറ്റിയുടെ ആവിഷ്കാരമായി മാറുന്നു എന്നതാണ് ഹെഗേലിയൻ ചിന്ത. നേരത്തെ പറഞ്ഞ ഇതാണ് ഈ
പാശ്ചാത്യ ചിന്തയിലെ രണ്ട് പ്രധാന ധാരകളാണ് റാഷണലിസം, യുക്തിവാദം. നമ്മൾ എഗെയിൻ ഡോക്ടർ അരുൺ പറഞ്ഞു, അത് റാഷണലിസം എന്നത് നമ്മൾ ഇന്ന് പറയുന്ന മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ളതല്ല. ഒരു ഫിലോസഫിയിലെ ഒരു സ്കൂൾ ഓഫ് തിങ്കിങ് ആണ് റാഷണലിസം എന്നത്. അത് റീസണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്, പ്യുവർ റീസണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഡെക്കാർട്ടയെ പോലെ, ഫ്രഞ്ച് തത്വചിന്തകനായ ഡെക്കാർട്ടയെ പോലുള്ള റാഷണലിസ്റ്റുകൾ അവർ കരുതിയിരുന്നത് ഈ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള യുക്തിസഹമായ ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളില്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ്. അതാണ് റാഷണലിസം എന്നത്. കൂടുതൽ മൈൻഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറിച്ച് അവർക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്ന ഹ്യൂമിനെ പോലുള്ള എംപിരിസിസ്റ്റുകൾ, അനുഭവൈകവാദികൾ, അവർ ഊന്നൽ കൊടുത്തത് അനുഭവത്തിനാണ്. വെറും കേവല യുക്തി മാത്രം കൊണ്ട് നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. വസ്തുതകൾ അതിൻ്റെ വെരിഫൈ ചെയ്യപ്പെടണമെങ്കിൽ അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് അവർ വാദിച്ചു. വെറും കേവല യുക്തിയുടെ രീതിയിൽ മാത്രമല്ല, മറിച്ച് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം വസ്തുതകളിലേക്ക് എത്തേണ്ടത് എന്നാണ് എംപിരിസിസ്റ്റുകൾ വാദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ രീതി ഒരർത്ഥത്തിൽ വലിയ ഒരളവോളം എംപിരിസിസം ആണ് എന്ന് പറയാവുന്നതാണ്. ഈ രണ്ട് സ്കൂൾ ഓഫ് തിങ്കിങ്, റാഷണലിസത്തെയും എംപിരിസിസത്തെയുമാണ് ഇമ്മാനുവൽ കാന്റ് എന്ന ജർമ്മൻ ചിന്തകൻ 18-ാം നൂറ്റാണ്ടിൽ അഭിമുഖീകരിച്ചത്. കാന്റ് പറയുന്നത് നമ്മുടെ സാധ്യമായ അറിവുകളുടെ മേഖലയിൽ മാത്രമേ നമുക്ക് അറിവിന് പ്രസക്തിയുള്ളൂ. അതായത് ദർ ഈസ് എ ലിമിറ്റ് ടു നോളജ് എന്നാണ് കാന്റ് പറഞ്ഞത്. അറിവിനൊരു പരിധിയുണ്ട്. അനുഭവത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് തീർച്ചപ്പെടുത്തി ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് കാന്റിയൻ തോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അനുഭവത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് വിരുദ്ധമായ ഒരു വീക്ഷണവും സാധ്യമാണ്. അതിൻ്റെ ആൻറ്റിതെസിസും സാധ്യമാണ്, കോൺട്രറിയും സാധ്യമാണ്. ആൻറ്റിനമീസ് എന്നാണ് കാന്റ് അതിനെ വിളിക്കുന്നത്. അപ്പം ഒരു ഉദാഹരണം പറയാം. ഈ പ്രപഞ്ചം അനന്തമാണ് എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയാണെന്ന് കരുതുക. പ്രപഞ്ചം അനന്തമാണെന്നത് നമ്മുടെ അനുഭവത്തിലില്ലാത്തതാണ്, നമുക്കറിയില്ല. കാരണം നാം ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വി ഹാവ് നോ ഓപ്പർച്യൂണിറ്റി ടു നോ ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് ഇൻഫിനിറ്റ്. അത് ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയില്ല, അത് നമ്മുടെ അനുഭവത്തിൻ്റെ പുറത്താണ്. അപ്പം പ്രപഞ്ചം അനന്തമാണ് എന്ന് പറയുന്ന അതേ ശക്തിയോടെ, അത്ര തന്നെ ശക്തമായ തെളിവുകളോടെ പ്രപഞ്ചം അനന്തമല്ല എന്നും പറയാൻ കഴിയുമെന്നാണ് കാന്റ് പറഞ്ഞത്. ദൈവം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദൈവം ഇല്ല എന്നും പറയാൻ കഴിയും എന്നാണ്. അപ്പോൾ ടു എവറി മെറ്റഫിസിക്കൽ എസേർഷൻ, അതായത് ടു എവറി തീസിസ് concerning the infinity of universe or the existence of God, there is a counter argument with equal evidence എന്നാണ് കാന്റ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ അനുഭവത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചപ്പെടുത്തി ഒന്നും പറയാൻ കഴിയില്ല എന്നാണ്. ഒരുപാട് കാന്റിന് അന്നത്തെ മതത്തിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നൊരു കാഴ്ചപ്പാടായിരുന്നു ഈ സംഭവം. പക്ഷേ കാന്റും പറയുന്നത് എന്താണ്? അപ്പം കാന്റ് വിശ്വാസിയൊക്കെ ആയിരുന്നു, പക്ഷേ അത് ഒരു ഫെയ്ത്ത് ആണെന്നുള്ളതാണ്. അതിന് വേറെ റീസണൊന്നും ആവശ്യമില്ല. യു ഷുഡ് ഹാവ് ഫെയ്ത്ത്. അപ്പം കാന്റിനെ സംബന്ധിച്ചിടത്തോളം മെറ്റഫിസിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം അതിന് ഈക്വലായിട്ടുള്ള വിരുദ്ധമായ നിലപാടുകളും സാധ്യമാണ്. എന്നാൽ ഹെഗേൽ കാന്റിയൻ ചിന്തയെ നേരിട്ടത് വൈരുദ്ധ്യങ്ങൾ അനുവദനീയമാണ്, വൈരുദ്ധ്യങ്ങൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കാന്റിൻ്റെ യുക്തിവാദ നിരാകരണത്തെ, പ്യുവർ റീസണെ കാന്റ് തള്ളിക്കളയുകയാണ്. കാരണം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പ്യുവർ റീസൺ അനുവദനീയമല്ല എന്നാണ്. പ്യുവർ റീസൺ കൊണ്ട് നമുക്ക് വസ്തുതയിൽ എത്താൻ പറ്റില്ല. അപ്പം ഹെഗേൽ ചെയ്തത് ഈ വൈരുദ്ധ്യങ്ങൾ പ്രശ്നമല്ല, വൈരുദ്ധ്യങ്ങൾ ചിന്തയുടെ ഭാഗം തന്നെയാണ്. ചിന്തയുടെയും യുക്തിയുടെയും വികാസത്തിന് വൈരുദ്ധ്യങ്ങൾ ആവശ്യമാണ് എന്ന് വാദിച്ചാണ്. എങ്ങനെയാണ് മനുഷ്യൻ
യാഥാർത്ഥ്യത്തെ അറിയുന്നത് എന്നതിന് കാന്റ് നൽകിയ ഉത്തരം മനസ്സുകൊണ്ട്, മനുഷ്യൻ്റെ മനസ്സ് ചിന്തയാണ് ലോകത്തെ ഗ്രഹിക്കുന്നത്, ലോകത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ്. എന്നാൽ ഹെഗേലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തന്നെയാണ് ലോകമെന്നത്. യുക്തിപരമായതെല്ലാം, നമ്മുടെ ഹ്യൂമൻ മൈൻഡിൽ ചിന്തിക്കാൻ പറ്റുന്നതെല്ലാം വാട്ട് ഈസ് റീസണബിൾ, ദാറ്റ് ഈസ് റിയൽ എന്നാണ്. Reasonable is reality. So there is no difference between reason and reality according to Hegel. കാരണം റിയാലിറ്റി ആൻഡ് റീസൺ ആർ ഐഡൻറ്റിക്കൽ, അഭിന്നമാണ്. റിയാലിറ്റിയുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഡയലക്റ്റിക്കൽ നിയമം അതുകൊണ്ട് തന്നെ റിയാലിറ്റിയെയും യാഥാർത്ഥ്യത്തെയും നയിക്കുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെയാണ് മനസ്സിൻ്റെ നിയമങ്ങൾ. ഇതാണ് ഹെഗേലിൻ്റെ ഫിലോസഫി ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് റീസൺ ആൻഡ് റിയാലിറ്റി എന്നാണ് പറയുക. ഫിലോസഫി ഓഫ് ഐഡൻറ്റിറ്റി എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഐഡിയ ഓഫ് ദ യൂണിയൻ ഓഫ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ്, ആത്മനിഷ്ഠമായതിൻ്റെയും വസ്തുനിഷ്ഠമായതിൻ്റെയും ഐക്യം, അതാണ് ദ ഫിലോസഫി ഓഫ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഹെഗേലിയൻ ഫിലോസഫിയിൽ ചിന്ത, യുക്തി, മനസ്സ്, അതും യാഥാർത്ഥ്യവും ഫിക്സ്ഡ് അല്ല. അത് എന്താണ്, സ്ഥായിയായതല്ല. എന്നും ചലനത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായ അതാണ് മനസ്സായാലും ചിന്തയായാലും യുക്തിയായാലും അതുപോലെ യാഥാർത്ഥ്യമായാലും വികസിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. യുക്തിയും യാഥാർത്ഥ്യവും അഭിന്നമായതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ നിയമങ്ങൾ മറ്റേതിനും ബാധകമാണ് എന്നാണ്. യുക്തിയുടെ ചിന്തയുടെ വികാസം വൈരുദ്ധ്യാത്മകമായതിനാൽ ലോകവും വൈരുദ്ധ്യാത്മക ത്രയത്തിനനുസൃതമായിട്ടാണ് വികസിക്കുന്നത് എന്നാണ്. ഈ വൈരുദ്ധ്യാത്മക ത്രയം എന്ന് പറയുന്നതാണ് ഡയലക്റ്റിക്കൽ ട്രയാഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. തീസിസ്, ആൻറ്റിതീസിസ് ആൻഡ് സിന്തസിസ് എന്നത് അതിലേക്ക് വരുന്നുണ്ട്. അപ്പം മാർക്സിസം യഥാർത്ഥത്തിൽ ഹെഗേലിൻ്റെ ആശയവാദത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും ഹെഗേലിൻ്റെ ചരിത്രവികാസത്തിൻ്റെ ചാലകശക്തി എന്നത് ഡയലക്റ്റിക്സ് ആണ് എന്ന വാദം ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് ഹെഗേലിൻ്റെ ഒരു ഉദ്ധരണിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഗേൽ പറയുന്നത് ഡയലക്റ്റിക്സിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഡയലക്റ്റിക്സ് ഈസ് ദ യൂണിവേഴ്സൽ ആൻഡ് ഇറസിസ്റ്റിബിൾ പവർ ബിഫോർ വിച്ച് നത്തിങ് ക്യാൻ സ്റ്റേ ഹൗഎവർ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഇറ്റ് മേ ഡീം ഇറ്റ് സെൽഫ്. ഡയലക്റ്റിക്സിൻ്റെ നിയമങ്ങൾക്ക് പുറത്തല്ല ഒന്നും. ഏതാണ്ട് അത് തന്നെയാണ് എംഗൽസും ആൻറ്റി ഡെറിങ്ങിൽ പറയുന്നത്. എംഗൽസ് പറയുന്നതാണ്: ഡയലക്റ്റിക്സ് ഈസ് എൻ എക്സ്ട്രീംലി ജനറൽ ലോ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് നേച്ചർ, ഹിസ്റ്ററി ആൻഡ് തോട്ട്, എ ലോ വിച്ച് ഹോൾഡ്സ് ഗുഡ് ഇൻ ദ ആനിമൽ ആൻഡ് പ്ലാന്റ് കിങ്ഡം. എല്ലാത്തിലും ബാധകമാണ്. ചിന്തയുടെ മേഖലയിലായാലും ആനിമൽ കിങ്ഡത്തിലായാലും മനുഷ്യൻ്റെ ചരിത്രത്തിലായാലും സാമൂഹ്യ ചരിത്രത്തിലായാലും ഒക്കെ ഗവേൺ ചെയ്യുന്ന ഒരു നിയമമാണ് ഡയലക്റ്റിക്സ് എന്നത്. ഇൻ മാത്തമാറ്റിക്സ്, ഇൻ ഹിസ്റ്ററി ആൻഡ് ഇൻ ഫിലോസഫി. ഇവിടെയാണ് ഞാൻ ഒരു വലിയ വൈരുദ്ധ്യം കാണുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്രകൃതിയുടെ നിയമം തന്നെയാണ് പ്രകൃതിയെ പഠിക്കുന്ന പഠനത്തിൻ്റെ നിയമവുമാവുന്നത്? പ്രകൃതിയുടെ നിയമം ഡയലക്റ്റിക്സ് ആണെന്ന് വെക്കുക, അതെങ്ങനെയാണ് ചിന്തയുടെയും? ഹൗ ക്യാൻ ദി ലോ ഓഫ് നേച്ചർ ബി സിമിലർ ടു ദ ലോ ബൈ വിച്ച് വി സ്റ്റഡി നേച്ചർ? അത് രണ്ടും എങ്ങനെയാണ് ഒന്നാവുന്നത്? ഹൗ ക്യാൻ ദ ലോ ഓഫ് നേച്ചർ ഷേപ്പ് ദി മെത്തേഡ് ഓഫ് നോയിങ്? നമ്മുടെ അറിവിൻ്റെ മെത്തഡോളജി, ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് അറിവിൻ്റെ മെത്തഡോളജിയാണ് ഒരേ സമയം, അതുപോലെ തന്നെ പ്രകൃതിയുടെ നിയമവുമാണ്. നോളജിൻ്റെ നിയമമാണ്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ അറിയുന്നത് അതിൻ്റെ നിയമവുമാണ്. അതേപോലെ തന്നെയാണ് പ്രകൃതിയുടെ നിയമവും. ഇതെങ്ങനെയാണ് ഒരേപോലെ ആവുന്നത്? നമ്മുടെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സാമാന്യ യുക്തി അനുസരിച്ചാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ഈ സാമാന്യ യുക്തിയാണോ ശാസ്ത്രം ഉപയോഗിക്കുന്ന സാമാന്യ യുക്തി എന്നത് ശാസ്ത്രം പഠിക്കുന്ന പ്രകൃതിയുടെ ചലനത്തിൻ്റെ നിയമവും ഈ യുക്തിക്കനുസരിച്ചാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ രണ്ടും, നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തെ പഠിക്കുന്ന രീതിയും അതിൻ്റെ രണ്ടിൻ്റെയും നിയമങ്ങൾ, രീതികൾ എങ്ങനെയാണ് ഒന്നാവുന്നത് എന്ന വലിയ വൈരുദ്ധ്യമാണ് ഒരു പക്ഷേ ഡയലക്റ്റിക്സിൻ്റെ പ്രധാന വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്നെടുത്തൊരു
കൊട്ടേഷനാണ് മലയാളത്തിലെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന പുസ്തകത്തിൽ നിന്നെടുത്തതാണ്. അങ്ങനെ പ്രകൃതിയുടെ ഏംഗൽസിൻ്റെതാണിത്. പ്രകൃതിയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും ചരിത്രത്തിൽ നിന്നാണ് വൈരുദ്ധ്യവാദ നിയമങ്ങൾ അമൂർത്തവൽക്കരിക്കപ്പെടുന്നത്, ആബ്സ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അവ ചരിത്രപരമായ വികാസത്തിൻ്റെ ഈ രണ്ട് വശങ്ങളെ സംബന്ധിച്ചും ചിന്തയെ സംബന്ധിച്ചു തന്നെയുമുള്ള ഏറ്റവും സാമാന്യമായ നിയമങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. സാരാംശത്തിൽ അവയെ മൂന്നായി ചുരുക്കാം എന്നാണ് ഏംഗൽസ് പറയുന്നത്. ആ മൂന്ന് നിയമങ്ങളാണ് ലോ ഓഫ് ഡയലക്റ്റിക്കൽ ലോസ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഹെഗേലിൽ നിന്നും അതേപടി കോപ്പി ചെയ്തതാണ് ഈ മൂന്ന് നിയമങ്ങളും. എന്താണത്? ഫ്രം ദ ലോ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാളിറ്റി ഇൻ ടു ദ ലോ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻറ്റു ക്വാളിറ്റി ഓർ വൈസ് വേഴ്സ, നേരെ തിരിച്ച്. പിന്നത് ദി പെനട്രേഷൻ ഓഫ് ദി ഓപ്പോസിറ്റ്സ്, വൈരുദ്ധ്യങ്ങളുടെ ഐക്യം എന്നത്. മറ്റത് നിഷേധത്തിൻ്റെ നിഷേധം, നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന നിയമം. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ലോ, അളവ് ഗുണമായും ഗുണം അളവായും മാറുന്നു എന്ന നിയമം. ഇതിൻ്റെ ഉദാഹരണം ശരിക്കും പറഞ്ഞാൽ ഏംഗൽസ് നൽകുന്ന ഉദാഹരണം ഹെഗേൽ നൽകുന്ന അതേ ഉദാഹരണം തന്നെയാണ്. വെള്ളം ചൂടാക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിന് ഗുണപരമായ മാറ്റം വരുന്നു. അത് ഒന്നുകിൽ ആവിയാവുന്നു അല്ലെങ്കിൽ ഐസായി മാറുന്നു എന്നത് ഹെഗേൽ നൽകുന്ന ഉത്തരം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഡയലക്റ്റിക്സിനെയും ഫോർമൽ ലോജിക്കിനെയും നമുക്ക് ഞാൻ നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഫോർമൽ ലോജിക് എന്നാൽ നമ്മുടെ സാമാന്യ യുക്തി എന്നത്. ഫോർമൽ ലോജിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വൈരുദ്ധ്യങ്ങൾ അനുവദിക്കില്ല. ഇറ്റ്സ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ അനുവദിക്കില്ല, നോൺ കോൺട്രഡിക്ഷൻ ആയിരിക്കണം എന്തും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു, ഒരേ സമയം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നില്ല. ഇത് രണ്ടും ശരിയാവില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുകയുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. ശാസ്ത്രത്തിൻ്റെ രീതി ഇതാണ്, എല്ലാതരം വൈരുദ്ധ്യങ്ങളെയും എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കൂടുതൽ കണിശമായ വസ്തുതയിലേക്ക് എത്താനുള്ള ഒരു മാർഗം. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കി കണിശമായ വസ്തുതയെ അറിയാനുള്ള ഒരു രീതിയാണ് ഫോർമൽ ലോജിക്കെങ്കിൽ ഈ ശാസ്ത്ര രീതിക്ക് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഡയലക്റ്റിക്സ്. ഡയലക്റ്റിക്സ് പ്രകാരം വൈരുദ്ധ്യങ്ങൾ അപ്പോൾ ആദ്യം ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നു, ഒരു ആശയം ഉണ്ടാകുന്നു. ആ ആശയം സ്വാഭാവികമായിട്ടും അത് പെർഫെക്റ്റ് അല്ല, അതിന് കുറേ ബലഹീനതകളുണ്ട്. അതുകൊണ്ട് അതിന് വിരുദ്ധമായൊരു ആൻറ്റിതിസിസ് ഉണ്ടാകുന്നു, ഒരു വിരുദ്ധ സിദ്ധാന്തം ഉണ്ടാകുന്നു. ഇവ രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഫലമായിട്ട് വേറൊരു പുതിയ ഒരു സംഭവം ഉണ്ടാകുന്നു. അതാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒന്നുണ്ടാകുന്നു. അതാണ് സിന്തസിസും കുറേ കാലം നിൽക്കാൻ പറ്റില്ല. സിന്തസിസ് പിന്നീട് കാലക്രമേണ അത് തന്നെ തിസീസായി മാറുകയും അതിൻ്റെ ആൻറ്റിതീസിസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും അങ്ങനെ മറ്റൊരു സിന്തസിസിലെത്തുകയും ഈ ഒരു ഡയലക്റ്റിക്കൽ മോഷനിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമഗ്രതയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഇതാണ് ഈ ഡയലക്റ്റിക്സിൻ്റെ തത്വം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയലക്റ്റിക്സ് നമ്മുടെ ഒരു ചിന്താ പദ്ധതിയായി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് നോളജ്. കാരണം പിന്നെ അറിവിന് പ്രസക്തിയില്ല. കാരണം അറിയണമെങ്കിൽ ട്രൂത്ത് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ തീരൂ. പക്ഷേ ഡയലക്റ്റിക്സിൽ ട്രൂത്ത് എന്നത് എപ്പോഴും ബിക്കമിങ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് ബിക്കമിങ്. അപ്പം ട്രൂത്തിൻ്റെ ഒരു നെഗേഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഡയലക്റ്റിക്സ് എന്നത്. അപ്പോൾ വൈരുദ്ധ്യാത്മക അംഗീകരിക്കാമെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തങ്ങളൊക്കെ കൊലാപ്സ് ചെയ്യപ്പെടും. ഒരു വിമർശനവും സാധ്യമല്ല. കാരണം വിമർശനം വേണമെങ്കിൽ വൈരുദ്ധ്യങ്ങളെയാണ് വിമർശിക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ അനുവദിക്കുന്ന ചിന്താ പദ്ധതിയിൽ പിന്നെ വിമർശനം സാധ്യമല്ല. ചരിത്ര വികാസം വൈരുദ്ധ്യാത്മകതക്കനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ന വാദത്തിൻ്റെ തന്നെ സാധൂകരണത്തിന് ഏംഗൽസ് കുറേ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഡയലക്റ്റിക്സിൻ്റെ തെളിയിക്കാൻ വേണ്ടി. അതിൽ ഒന്ന് ഗണിതശാസ്ത്രത്തിനെടുത്ത ഒരു ഉദാഹരണമാണ്. ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതായിരിക്കും. ആൻറ്റി ഡെയറിങ്ങിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഉദാഹരണം നൽകുന്നത് ഇതാണ്. ഒരു സംഖ്യ എടുക്കുക. ആ സംഖ്യയുടെ എ എന്നൊരു സംഖ്യ, ആ സംഖ്യയുടെ ആൻറ്റിതീസിസ് എ തീസിസ് ആണെങ്കിൽ ആ സംഖ്യയുടെ ആൻറ്റിതീസിസ് എന്ന് പറയുന്നത് എന്താണ്? -a ആണ്. ഓക്കെ, അപ്പം -a
എങ്കിൽസ് പറയുന്നത് ഇഫ് ദിസ് ഈസ് നെഗേറ്റഡ്, മൈനസ് എ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇഫ് എ ഈസ് നെഗേറ്റഡ് വി ഗെറ്റ് മൈനസ് എ. ഇഫ് വി നെഗേറ്റ് ദ നെഗേഷൻ ബൈ മൾട്ടിപ്ലൈയിങ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, ബൈ മൾട്ടിപ്ലൈയിങ് മൈനസ് എ ബൈ മൈനസ് എ വി ഗെറ്റ് എ സ്ക്വയർ. ഇതാണ് എങ്കിൽസ് പറയുന്നൊരു കണക്ക്. അതുകൊണ്ട് എ സ്ക്വയർ എന്നത് ഒരു ഹയർ സിന്തസിസ് ആണ്. അപ്പം മൈനസ് എ എന്താണ് നെഗേറ്റ് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ് മൈനസ് എ കൊണ്ടാണെങ്കിൽ വി ഗെറ്റ് എ ഹയർ സിന്തസിസ് ദാറ്റ് ഈസ് എ സ്ക്വയർ എന്നത്. ഈ കണക്ക് നമ്മളൊന്നുകൂടി ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം വ്യക്തമാകുന്നതാണ്. ഇത് ആക്ച്വലി കാൾ പോപ്പർ എന്നാണ് ഞാനിത് എടുത്തത്. കാൾ പോപ്പറിൻ്റെ കൺജക്ചേഴ്സ് ആൻഡ് റെഫ്യൂട്ടേഷൻ എന്ന പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ എ എന്നത് തിസീസാണ്, മൈനസ് എ എന്നത് അതിൻ്റെ ആൻറ്റിതിസിസ്, നിഷേധവും. അങ്ങനെയാണെങ്കിൽ നിഷേധത്തിൻ്റെ നിഷേധം എന്നത് ശരിക്കും പറഞ്ഞാൽ മൈനസ് മൈനസ് എ അല്ലേ? മൈനസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പം മൈനസ് മൈനസ് എ ആണെങ്കിൽ നമ്മൾ എത്തുന്നത് ഹയർ സിന്തസിസിലേക്കല്ല, മറിച്ച് നേരത്തെ തുടങ്ങിയ അതേ തീസിസിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതെങ്ങനെയാണ് ഹയർ സിന്തസിസ് ആകുന്നത്? അപ്പം ഇനി മറ്റൊരു ചോദ്യം എന്നത് എന്തിനാണ് സിന്തസിസ് എന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ എങ്കിൽസ് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. ബൈ മൾട്ടിപ്ലൈയിങ് നെഗറ്റീവ് എ ബൈ നെഗറ്റീവ് എ. അതെന്തുകൊണ്ട് ആഡ് ചെയ്തുകൂടാ? ഒരു സിന്തസിസ് നിഷേധങ്ങളുടെ ഗുണനത്തിലൂടെ എന്നതിന് പകരം എന്തുകൊണ്ട് തിസീസ് എ ആൻറ്റിതിസീസ് എകൾ തമ്മിൽ അവയെ കൂട്ടിച്ചേർത്ത് ആഡ് ചെയ്ത് ഒരു പുതിയ സിന്തസിസിലെത്തിക്കൂടാ? അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? എയും എ പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ഇതൊക്കെ പോപ്പർ പറയുന്ന ഉദാഹരണങ്ങളാണ്, ഞാനത് അതേപടി എടുത്തതാണ്. എന്തുകൊണ്ട് തിസീസും ആൻറ്റിതിസീസും ഗുണിച്ചുകൂടാ? അപ്പോൾ കിട്ടുക മൈനസ് എ സ്ക്വയർ ആയിരിക്കും. ഈ എ സ്ക്വയർ അല്ല, മറിച്ച് മൈനസ് എ സ്ക്വയർ ആണ്. ഇനി എന്തർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ എ സ്ക്വയർ എന്നത് മൈനസ് എക്കാൾ ഉയർന്ന ഒരു സിന്തസിസ് ആണെന്ന് പറയാൻ പറ്റുക? ഇപ്പം നമ്മളൊരു ഉദാഹരണം എടുക്കുക, ഹാഫ് എടുക്കുക, 0.5. 0.5ൻ്റെ സ്ക്വയർ എത്രയാണ്? 0.5 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കുറവാണ്, 0.25 ആണ്. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ലെസ് ദാൻ ദി തീസിസ്. അപ്പം ഇതൊക്കെ ഒരു വലിയ പ്രപഞ്ച നിയമമായിട്ട് പ്രപഞ്ച നിയമത്തെ സാധൂകരിക്കാനുള്ള ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടു ക്വാളിറ്റി, അതിൽ പറയുന്ന കുറേ ഉദാഹരണങ്ങൾ, ഒരു നിശ്ചിത അളവ് കറണ്ട് ഒഴുകുന്നത് വരെ വൈദ്യുത വിളക്കിലെ ഫിലമെൻറ്റ് തിളങ്ങുകയില്ല, ശരിയാണ്. ഒരു വസ്തുവിലെ തന്മാത്രകൾ ആറ്റത്തിൻ്റെ എണ്ണമാണ് അതിനെ അതാക്കുന്നതും മറ്റൊരു വസ്തുവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും, ശരിയാണ്. വെള്ളത്തിൻ്റെ താപനില ഒരു പരിധിക്കപ്പുറമോ ഇപ്പുറമോ ആയാൽ അത് ആവിയോ ഐസോ ആയി മാറുന്നു. പണം ഒരു തോതിലെത്തുമ്പോൾ അത് മൂലധനമാവുന്നു എന്നാണ്. അതായത് അളവ് ഗുണമായും തിരിച്ചും രൂപാന്തരപ്പെടുന്നതിൻ്റെ നിയമത്തിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ്. ദ്രവ്യത്തിൻ്റെയോ ചലനത്തിൻ്റെയോ അളവിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അതിൻ്റെ ഗുണത്തിനും മാറ്റം ഉണ്ടാവും എന്നാണ് ആ നിയമം പറയുന്നത്. തീർച്ചയായും പല വസ്തുക്കളിലും അത് ശരിയാണ്. എന്നാൽ എല്ലാ ഗുണപരമായ മാറ്റങ്ങൾക്കും ഈ നിയമം ബാധകമാവില്ല എന്നതും കൂടി നമ്മൾ കാണേണ്ടത്. പലതിലും പ്രോസസ്സ് വ്യത്യാസമാവുമ്പോൾ ഗുണം വ്യത്യസ്തമായിരിക്കുമെന്ന് കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലിറ്റർ സൾഫ്യൂരിക് ആസിഡിൽ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ അത് അപകടമാണ്. കാരണം അത് ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുകയും അത് കുമിളുകളായിട്ട് നമ്മുടെ മുഖത്തൊക്കെ തെറിച്ച് അപകടമുണ്ടാക്കാം. നേരെ തിരിച്ചാണെങ്കിലോ, അതായത് സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത്ര അപകടമില്ല. രണ്ടിനും ടെമ്പറേച്ചർ കൂടും, പക്ഷേ ഒന്നിൻ്റെത് അത്ര പെട്ടെന്നാവുകയില്ല, അപകടം കുറയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുണത്തിൽ മാറ്റമുണ്ടാവാം, പ്രക്രിയയിൽ മാറ്റമുണ്ടാകുമ്പോൾ ഗുണത്തിൽ മാറ്റമുണ്ടാകും. അളവിലും മറ്റും ഒരു മാറ്റമില്ലെങ്കിൽ പോലും, അളവിലും ഊർജത്തിലും മാറ്റമില്ലെങ്കിൽ പോലും ഗുണത്തിൽ മാറ്റം ഉണ്ടാവാമെന്നാണ്. നമ്മളിപ്പോൾ ലളിതമായ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു വളരെ തിരക്കേറിയ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് കരുതുക. ആ റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ, രണ്ട് ഭാഗത്ത് നോക്കാതെ അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ ആശുപത്രിയിലെത്തും. മറിച്ച് അതേ റോഡ് തന്നെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി
നമ്മൾ പോവുകയാണെങ്കിൽ, സാവകാശം പോവുകയാണെങ്കിൽ അത് സുരക്ഷിതമാവുകയും ചെയ്യും. രണ്ടിൻ്റെയും എന്താ പറയുക, അളവിൽ മാറ്റമില്ല, പക്ഷേ ഗുണത്തിൽ മാറ്റമുണ്ടാവുന്നു എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. ഇനി എന്താണ് ക്വാളിറ്റി എന്നത്? ക്വാളിറ്റി എന്നത് ഒരു എന്താണ്, അതിനൊരു നിർവചനം ആവശ്യമില്ലേ? വാട്ട് ഈസ് ക്വാളിറ്റി? ഗുണം എന്നത് എന്താണ്? സാധാരണ പറയാം, അത് പ്രോപ്പർട്ടിയിൽ വരുന്ന മാറ്റമാണ്. ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അത് ഗുണം ആവുന്നു എന്നാണ്. ആ പ്രോപ്പർട്ടി മാറുമ്പോൾ അതിൻ്റെ ഗുണം മാറുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഈ എന്താണ് ടെമ്പറേച്ചർ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ചൂട് കുറക്കുമ്പോൾ അത് ഐസാവുകയോ അല്ലെങ്കിൽ ആവിയാവുകയോ ചെയ്യുന്ന ഉദാഹരണം എടുത്താൽ രണ്ടിൻ്റെയും പ്രോപ്പർട്ടിയിൽ മാറ്റുന്നുവെന്നില്ല. രണ്ടും H2O തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി മറ്റ് ഇപ്പം ഐസമർ എന്ന് പറഞ്ഞ മോളിക്യൂൾസിൽ എടുത്തു കഴിഞ്ഞാൽ അവയുടെ എന്താണ് ആറ്റത്തിൻ്റെ എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും ആ ആറ്റങ്ങളുടെ ഘടനയിലുള്ള മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്സിലുള്ള മാറ്റം അതിൻ്റെ പ്രോപ്പർട്ടിയിൽ മാറ്റം ഉണ്ടാക്കാമെന്നാണ്. അപ്പം എംഗൽസ് എന്താണ് പറഞ്ഞത്? എംഗൽസ് പറഞ്ഞത് ഹെൻസ്, ഞാൻ അതിൽ കൊടുത്ത ഒരു എംഗൽസിൻ്റെ ഒരു ഉദ്ധരണിയാണ്. Hence it is impossible to alter the quality of a body without addition or subtraction of matter or motion. അസാധ്യമാണെന്നാണ്. അഡീഷനോ സബ്ട്രാക്ഷനോ, കൂട്ടലോ കിഴിക്കലോ ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഗുണത്തിൽ മാറ്റമുണ്ടാകാതിരിക്കുന്നത് അസാധ്യമാണ്. അങ്ങനെ മാത്രമേ മാറുകയുള്ളൂ എന്നാണ്. ഇനി രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് പെനട്രേഷൻ ഓഫ് ഓപ്പോസിറ്റ്സ് എന്നത്. വിപരീതങ്ങളുടെ ഐക്യ നിയമം എന്നത്. വിരുദ്ധങ്ങളുടെ സമരവും പരസ്പര പ്രവേശനവുമാണ് ഏത് ചലനത്തിൻ്റെയും നിദാനം. ആ വൈദ്യുതി ഉണ്ടാകുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ കൊണ്ടാണ്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിൽ ഉണ്ടാകുന്നത് അതാണ് ആറ്റത്തിൻ്റെ എന്താണ് ഐക്യം, ആറ്റം ഉണ്ടാകുന്നത്, ആറ്റത്തിൽ കാണുന്നത് അതാണ്. ഏതൊരു ചലനത്തിൻ്റെയും പ്രകൃതം ഈ വൈരുദ്ധ്യമാണ് എന്ന് എംഗൽസ് പറയുന്നത്. രണ്ടാമത്തെ കൊട്ടേഷൻ നോക്കുക. മോഷൻ ഇറ്റ്സെൽഫ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഈവൻ സിമ്പിൾ മെക്കാനിക്കൽ ചേഞ്ച് ഓഫ് പ്ലേസ് ക്യാൻ only come about through a body at one and the same moment of time being both in one place and in another place. അതായത് എന്തും അതും അതല്ലാതെയുമാവാം, എന്തും ഇവിടെയും ഇവിടെ അല്ലാത്തതുമാവാം, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും പ്രക്രിയകളിലും ഈ വൈരുദ്ധ്യങ്ങളുടെ വസ്തുനിഷ്ഠമായ സാന്നിധ്യമുണ്ട് എന്നാണ് എംഗൽസ് പറയുന്നത്. സാമാന്യ യുക്തിയുടെ ഒരു പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ സാമാന്യ യുക്തിയുടെ നിരാകരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. വൈരുദ്ധ്യങ്ങളുടെ ഇല്ലായ്മയാണ് സാമാന്യ യുക്തിയിൽ ആവശ്യം, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നില്ല, വൈരുദ്ധ്യങ്ങളെ അനുവദിക്കുന്നില്ല എന്നതാണ്. ഇനി മൂന്നാമത്തെ നിയമമാണ് ദ ലോ ഓഫ് നെഗേഷൻ ഓഫ് നെഗേഷൻ, നിഷേധത്തിൻ്റെ നിഷേധം. അതായത് ഓരോ വ്യവസ്ഥക്കും അതിൽ നിന്ന് തന്നെ അതിൻ്റെ വിരുദ്ധമായ മറ്റൊരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. ആ നിഷേധം ഉയർന്ന തലത്തിലുള്ള മറ്റൊരു സൃഷ്ടിയിലൂടെ, സിന്തസിസിലൂടെ വീണ്ടും നിഷേധിക്കപ്പെടുന്നു. എംഗൽസിന് കൊടുക്കുന്നത് ബാർലിയുടെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഒരു വിത്തിൽ നിന്ന് ചെടി ഉണ്ടാകുന്നു. അപ്പോൾ ചെടി എന്നത് വിത്തിൻ്റെ നിഷേധമാണ്. ആ വിത്ത് ആ ചെടി വീണ്ടും എന്താണ് ഒരുപാട് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഒരുപാട് വിത്തുകൾ ചെടിയുടെ നിഷേധമാവുന്നു. സോ നെഗേഷൻ ഓഫ് നെഗേഷൻ. ഓരോ ജീവിയും സസ്യവും ഒക്കെ ഓരോരോ ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട് വളർച്ചയുടെ. ഒരു 3 ഘട്ടം മാത്രമൊന്നുമല്ല. ഇങ്ങനെ ഏത് ഘട്ടമാണ് നിഷേധം, ഏത് ഘട്ടമാണ് നിഷേധത്തിൻ്റെ നിഷേധമെന്നൊക്കെ എങ്ങനെയാണ്, ഏത് റീസണിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ സ്വയം വിഭജിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മജീവികൾ, ഇപ്പം അമീബ അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള ജീവികൾ, അവയുടെ വിഭജനത്തിൽ ഏതാണ് നിഷേധം, ഏതാണ് നിഷേധത്തിൻ്റെ നിഷേധം എന്നൊക്കെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എസെക്ഷുവലായിട്ടുള്ള ജീവികൾ, ലിംഗരഹിതമായ ജീവികൾ, അവയുടെ നിഷേധം എന്താണ്, അവയുടെ നിഷേധത്തിൻ്റെ നിഷേധം എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ വൈരുദ്ധ്യങ്ങളാണ്, വിരോധാഭാസങ്ങളാണ്. ഞാൻ കുറച്ച് പാരഡോക്സസ് ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് കുറച്ച് ഒരു 4-5 പാരഡോക്സസ്, വിരോധാഭാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത്
ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ചരിത്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയമമാണ് എന്നാണല്ലോ അവകാശവാദം. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അതായത് ചരിത്രത്തെ സംബന്ധിക്കുന്ന വലിയ ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ വിശ്വാസികളുടെ അവകാശവാദം. അങ്ങനെ അതൊരു സത്യമാകുന്നുവെങ്കിൽ സത്യം എന്നത് തന്നെ വൈരുദ്ധ്യാത്മകതയിൽ സത്യം, ട്രൂത്ത് എന്നത് തന്നെ ഒരു സന്നിഗ്ധതയുള്ളതാണ്. ഇൻഡിറ്റർമിനേഷൻ ഓഫ് ട്രൂത്താണ്. ഏതൊന്നും ഒരേ സമയം അതും അതല്ലാത്തതുമാണ്. ദർ ഈസ് നോ പോയിൻ്റ് ഓഫ് ടൈം വെൻ യു ക്യാൻ കോൾ സംതിങ് ട്രൂ. കാരണം അതും അതല്ലാത്തതുമാണ്, എല്ലാം ബിക്കമിങ് ആണ് എന്നാണ്. വസ്തുത എന്നത് ഡയലക്റ്റിക്സ് ശരിക്കും അനുവദിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നത് ഒരു പ്രപഞ്ച നിയമത്തെക്കുറിച്ച് പറയുന്നൊരു വലിയ സത്യമാണ് എന്ന് പറയാൻ കഴിയുക? വൈരുദ്ധ്യാത്മക ജ്ഞാനം എന്നത്, ഡയലക്റ്റിക്കൽ നോളജ് എന്നത് വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമാണ്, ഡയലക്റ്റിക്സിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയലക്റ്റിക്സ് പ്രകൃതിയിലുണ്ട്, മനുഷ്യൻ്റെ അറിവിൻ്റെ മെത്തഡോളജിയിലും ഡയലക്റ്റിക്സ് ഉണ്ട്. ഈ വൈരുദ്ധ്യാത്മകവാദം അവകാശപ്പെടുന്നത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ പ്രക്രിയ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിതമാണെന്നാണ്. നാം അറിയുന്ന ലോകത്തിൻ്റെ നിയമവും വൈരുദ്ധ്യാധിഷ്ഠിതമാണ്. മറിച്ച് ശാസ്ത്രത്തിൻ്റെ രീതി അതല്ല. ശാസ്ത്രം ഒരു സാമാന്യ യുക്തിയാണ് അതിൻ്റെ രീതിശാസ്ത്രം ആയി ഉപയോഗിക്കുന്നെങ്കിൽ അതൊരിക്കലും അവകാശപ്പെടുന്നില്ല പ്രകൃതിയുടെ നിയമവും സാമാന്യ യുക്തിയാണ്, സാമാന്യ യുക്തിക്കനുസരിച്ചാണ് പ്രകൃതിയുടെ ചലനവും ഉണ്ടാകുന്നത് എന്ന് അത് ശാസ്ത്രം അവകാശപ്പെടുന്നില്ല. ശാസ്ത്രത്തിന് യുക്തി എന്നത് ഒരു സവിശേഷമായ അധിഷ്ഠിതമായ വ്യവസ്ഥയുടെ ഭാഗമൊന്നുമല്ല. എന്നാൽ ഡയലക്റ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡയലക്റ്റിക്സിൻ്റെ ഭാഗം തന്നെയാണ് ഡയലക്റ്റീഷ്യനും. അതായത് ഈ ഡയലക്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന, പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ച് അറിയുന്ന ഡയലക്റ്റീഷ്യനും ഡയലക്റ്റിക്സിൻ എന്ന വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നതാണ്. നമുക്കൊരു സാധാരണ പറയാറുണ്ട്, ഇപ്പോഴത്തെ ഒരു കറണ്ട് ഓർഡർ ഓഫ് തിങ്സ്, ഇപ്പോഴത്തെ ക്രമാനുക്രമ സംഭവങ്ങൾ അത് മുൻ ക്രമാനുക്രമ സംഭവങ്ങളെ പുനരവതരിപ്പിക്കും. എന്നുവെച്ചാൽ ഭൂതകാലം ഭാവി എന്നത് ഭൂതകാലത്തെ ആവർത്തിക്കും. സുരക്ഷിതമായി പറയാവുന്നതാണ്. ഇന്നലെ ഒക്കെ സൂര്യൻ കിഴക്കുദിച്ചിരുന്നു, അതുപോലെ നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും. എന്നാൽ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സിസം ഭാവി എന്നത് ഒരു ഫ്യൂച്ചർ എന്നത് മാർക്സിസത്തിൻ്റെ ഒരു പുതിയ മാറ്റമാണ്, ഒരു ചേഞ്ചാണ്, പൂർണ്ണമായും പുതിയതാണ്. പക്ഷേ എന്നിട്ടും അത് ഭാവിയെക്കുറിച്ച് വലിയ പ്രവചനങ്ങൾ നടത്തുന്നു എന്നാണ്. അങ്ങനെ പ്രവചനങ്ങൾ നടത്തുന്നതിൻ്റെ അതിൻ്റെ മെത്തഡോളജി എന്നത് ഈ വൈരുദ്ധ്യാത്മക ചിന്തയാണ്, വൈരുദ്ധ്യാത്മക ഡയലക്റ്റിക്സ് വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് പ്രകൃതിയുടെ ചരിത്രത്തിൻ്റെ സൂത്രങ്ങളും തൊഴിലാളി വർഗത്തിൻ്റെ രഹസ്യങ്ങളും ചരിത്ര വികാസത്തിൻ്റെ ഗതിവിഗതികളൊക്കെ കുറിച്ച് അത് വലിയ പ്രവചനങ്ങൾ നടത്തുന്നത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അവകാശമാണ്. ഈ വൈരുദ്ധ്യാത്മകതയുടെ ഒരു സൗകര്യം എന്നത് വസ്തുതയേക്കാൾ പ്രധാനം അത് ബീയിങ്ങിന് കൊടുക്കുന്നു, ബിക്കമിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിശ്വാസികൾക്ക് എപ്പോഴും അങ്ങനെ പറയാം. കാരണം ട്രൂത്ത് എന്നത് ഇല്ല. കാരണം ഡയലക്റ്റിക്സിൽ വസ്തുത എന്നത് എപ്പോഴും ബിക്കമിങ് ആണ്. ബീയിങ്ങിനെ സത്യത്തിന് പകരം വെക്കാൻ അതിൻ്റെ വിശ്വാസികളെ അത് സഹായിക്കുന്നുണ്ട് എപ്പോഴും. അത് പലപ്പോഴും ഈ ഉത്തരാധുനിക ചിന്തയിലേക്കൊക്കെ അത് വളരെ ശക്തമായി വരുന്നതാണ്. വസ്തുത എന്നത് എപ്പോഴും ഡൗട്ട്ഫുള്ളാണ്, സ്കെപ്റ്റിക്കലാണ്. അത് പലപ്പോഴും നമ്മൾ പോസിറ്റിവിസ്റ്റ് എന്നൊക്കെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ പറയുക. വസ്തുതകൾ എന്ന് പറയുമ്പോൾ പോസിറ്റിവിസ്റ്റാണ്. പോസിറ്റിവിസം എന്നത് ഒരു വളരെ മോശമായ കാര്യമാണെന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പം ഈ ട്രൂത്ത് എപ്പോഴും ഇൻഡിറ്റർമിൻഡ് ആയതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ വിമർശിക്കാനോ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഡയലക്റ്റിക്സിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് ഉപയോഗശൂന്യമാണ്. കാരണം ജ്ഞാനത്തിന് വലിയ പ്രസക്തിയില്ല. എന്താണ് അറിയേണ്ടത്? ട്രൂത്തിനെയാണ് അറിയേണ്ടത്. ട്രൂത്ത് എന്നത് ഇല്ലെങ്കിൽ, ട്രൂത്ത് എന്നത് എപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ പിന്നെ നോളജ് കൊലാപ്സസ്. മാർക്സിസത്തിലൊരു ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒരു വലിയൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് ശരിക്കും പറഞ്ഞാൽ സാർത്രൻ്റെ ഒരു നിരീക്ഷണമാണ്. പ്രാക്സിസും ബ്ലൈൻഡ് നെസസിറ്റിയും തമ്മിലുള്ള മനുഷ്യൻ ചരിത്രം നിർമ്മിക്കുന്നു എന്ന് പറയുന്നു.
എന്നൊരു ഭാഗത്ത് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രം അന്ധമായ അനിവാര്യതയാണ് എന്ന് പറയുന്നത്. ഒരു ബ്ലൈൻഡ് നെസസിറ്റിയാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇത് രണ്ടും എങ്ങനെയാണ് കോമ്പാറ്റിബിൾ ആവുന്നത് എന്ന് ചരിത്ര നിർമ്മാണവും ചരിത്രം നിർമ്മിക്കുന്ന മനുഷ്യനാണ്, പ്രാക്സിസിലൂടെയാണ്. പക്ഷേ ഈ പ്രാക്സിസ് പോലും അന്ധമായ അനിവാര്യതയുടെ ഭാഗമാണ്, ഡയലക്റ്റിക്സിൻ്റെ അന്ധമായ അനിവാര്യതയുടെ ഭാഗമാണെന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന്, വൈ നെഗേഷൻ ഓഫ് നെഗേഷൻ. നെഗേഷൻ ഓഫ് നെഗേഷൻ, നിഷേധത്തിന് നിഷേധം, അത് വലിയ തത്വമാണ്, ഒരു പ്രിൻസിപ്പിൾ. എന്തിനാണ് നിഷേധത്തിന് നിഷേധമെന്ന് ചോദിച്ചാൽ അതിൻ്റെ യുക്തി എന്താണ്, അതിന് വാട്ട് ഈസ് ദ റീസണബിൾ എക്സ്പ്ലനേഷൻ ഓഫ് നെഗേഷൻ. ഇപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഏത് കണ്ടെത്തലിനും പ്രകൃതിയിലൊന്നും യുക്തിയില്ലെങ്കിൽ പോലും നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. ഗുരുത്വാകർഷണ നിയമം. എന്താണ് ഗുരുത്വാകർഷണ നിയമം എന്നതിന് ശാസ്ത്രത്തിനൊരു വിശദീകരണമുണ്ട്, ഒരു യുക്തിസഹമായ വിശദീകരണമുണ്ട്. എന്താണ് നാച്ചുറൽ ഇവല്യൂഷൻ, ഡാർവീനിയൻ പരിണാമ സിദ്ധാന്തം എന്താണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്നതിന് ഡാർവിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഒരു യുക്തിസഹമായ വിശദീകരണമുണ്ട്. നാച്ചുറൽ സെലക്ഷനാണ്, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, യുക്തിസഹമായ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ എന്തിനാണ് നെഗേഷൻ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് റീസണബിൾ ആയിട്ടുള്ള ഒരു വിശദീകരണവും ഡയലക്റ്റീഷ്യൻസിന് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിതൊക്കെ ഒഴിവാക്കിയാണ് സമയം. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചൊരു ഗുണവുമില്ലാത്ത ഭാവിയെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അറിയുന്നതിലേക്കോ അറിവ് വികസിപ്പിക്കുന്നതിലേക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒരു സിദ്ധാന്തമാണ്, ഒരു ചിന്താ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഡയലക്റ്റിക്സ് അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിദ്ധാന്തം പറയുകയാണ്, സംഭവമാമി യുഗേ എന്ന് വെച്ചാൽ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിദ്ധാന്തമാണ്. ശരിക്കും പറഞ്ഞാൽ എംപിരിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. എപ്പോഴും സംഭവിക്കാനുള്ളതേ സംഭവിച്ചിട്ടുള്ളൂ, സംഭവിക്കുന്നതെല്ലാം സംഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതൊരു എംപിരിക്കലി വേണമെങ്കിൽ വസ്തുതാപരമാണ് എന്ന് പറയാവുന്ന ഈ സിദ്ധാന്തം കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടാകുന്നത്? എങ്ങനെയാണത്? ഇപ്പം നമ്മൾ നാളെ ചൂഷണരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം എന്ന മനുഷ്യൻ്റെ ആഗ്രഹം, ആ ആഗ്രഹത്തെ സഫലീകരിക്കാനോ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുവാനോ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈ സിദ്ധാന്തം ഇല്ലെങ്കിലും നമ്മൾക്കത് സ്വപ്നം കണ്ടുകൂടെ എന്നതാണ് എനിക്ക് തോന്നുന്നൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നന്ദി.